നമസ്കാരം, എല്ലാവർക്കും ആദ്രാസ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഒരു അടിപൊളി പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വീഡിയോ ഫുൾ കാണണേ. ഈ പായസം വളരെ ഈസിയായി വേഗം തന്നെ സദ്യക്കൊക്കെ പാകം ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാം. അതിനുവേണ്ടി 1.25 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തത് ഒരു വലിയ ഗ്ലാസ്സിലാണ്. ഈ ഗ്ലാസ് 250 മില്ലിയുടെ കപ്പിന് 1.25 കപ്പുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന ഗ്ലാസിന്റെ അളവിനാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കുക. ഈ നുറുക്ക് ഗോതമ്പ് നന്നായി 3-4 വെള്ളത്തിൽ കഴുകി 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഇത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. 1 കിലോ ശർക്കര വാങ്ങിയപ്പോൾ 4 ഉണ്ട ശർക്കര കിട്ടി. അതിലെ ഒരു കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ പാനിയാക്കിയാണ് ഉപയോഗിക്കുക. ഇനി അടുത്തതായി വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാനുള്ള തേങ്ങയാണ്. അതിനു വേണ്ടി ഒരു തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഈ തേങ്ങ മിക്സിയിലിട്ട് ഒന്ന് ചെറുതായി ചതച്ച ശേഷം തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഈസിയായി നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാൻ കഴിയും. ഞാനിവിടെ 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ ഇവയെല്ലാം പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് 1-ാം പാലാണ്, ഇത് 2-ാം പാലാണ്, കൂടുതലായി ഉള്ളത് 3-ാം പാലാണ്. ഇനി നമുക്ക് ശർക്കര പാനിയാക്കാം. ശർക്കര നേരിട്ട് പായസത്തിലേക്ക് ഇടരുത്. മിക്കവാറും ശർക്കരകളിലൊക്കെ മണ്ണും മറ്റ് സാധനങ്ങളും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ശർക്കര പാനിയാക്കി നന്നായി അരിച്ചെടുത്ത് വേണം ഉപയോഗിക്കാൻ. നമ്മളിവിടെ ശർക്കര പാനി ഉണ്ടാക്കാനായി ശർക്കരയിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ലേശം കൂടിപ്പോയാലും കുഴപ്പമില്ല. നമ്മൾ എന്തായാലും പായസത്തിൽ വെള്ളം വറ്റിച്ചെടുക്കും. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ശർക്കര പാനി റെഡി ആയിരിക്കുന്നു. ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് നുറുക്ക് ഗോതമ്പ് വേവിച്ചെടുക്കാം. ഞാനിവിടെ നുറുക്ക് ഗോതമ്പ് ഒരു പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. നമ്മൾ എടുത്തു വെച്ച 3-ാം പാലും അതൊരു 1.5 ഗ്ലാസ് വരും. ഒരു 3/4 ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നുറുക്ക് ഗോതമ്പ് തേങ്ങാപ്പാലിൽ വേവിക്കുന്നത് കൊണ്ട് കുറച്ചും കൂടി ടേസ്റ്റ് അധികമായി വരും. മുഴുവനായും ഈ വെള്ളം ഗോതമ്പിന്റെ മുകളിൽ നിൽക്കണം. ഇതിലേക്ക് നമ്മൾ വേറൊന്നും ചേർക്കുന്നില്ല. ഇതിനെ അടച്ചു വെച്ച് വെയിറ്റ് ഇട്ട് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. ഞാനിവിടെ 3 വിസിൽ വരെ വേവിക്കുന്നുണ്ട്. ഇത് 3-ാമത്തെ വിസിലാണ് വന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം. എയർ കംപ്ലീറ്റ് ആയിട്ട് പോകാൻ വേണ്ടി കുക്കറിനെ നമുക്ക് മാറ്റി വെക്കാം. ഈ നേരം കൊണ്ട് പായസത്തിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ നമുക്ക് റെഡിയാക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ കുറച്ച് തേങ്ങ ചെറിയ കഷ്ണമാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. നമുക്ക് ഇവയെല്ലാം ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ നെയ്യ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടാവുമ്പോൾ തേങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് മൂപ്പിച്ചെടുക്കാം. തീ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം എല്ലാം മൂപ്പിച്ചെടുക്കാൻ. ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്കിത് കോരി മാറ്റി വെക്കാം. കരിഞ്ഞു പോകാതെ നോക്കണം. ഇപ്പോൾ നല്ല ഒരു കളറായി മണമൊക്കെ വരുന്നുണ്ട്. ഇതിനെ മാറ്റി വയ്ക്കാം. ഈ നെയ്യിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് മൂപ്പിച്ചെടുക്കാം. ഇത് ഒരു ഗോൾഡൻ നിറമാവുമ്പോൾ കോരി മാറ്റാം. ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വേഗം മൂത്ത് വരും. എല്ലാ മുന്തിരി ഒന്ന് വീർത്ത് വരുന്നതാണ് ഇതിൻ്റെ പാകം. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രഷർ കുക്കർ ഒന്ന് നോക്കാം. ഇപ്പോൾ എയറൊക്കെ പോയിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കാം. നുറുക്ക് ഗോതമ്പിലെ വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിന് തീരെ അടിയിലൊന്നും പിടിക്കാതെ വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ലേശം കുഴഞ്ഞതായി തോന്നിയാലും കുഴപ്പമില്ല. ശർക്കര വെള്ളത്തിൽ വേവിക്കുമ്പോൾ കറക്റ്റ് പാകമായി വരും. ഈ ഒരു പാകത്തിൽ വേവിച്ചെടുക്കുക. ഞാനൊരു ഉരുളിയിലാണ് പായസം ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ ഈ കുക്കറിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ചൂടായ ഉരുളിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വേവിച്ച നുറുക്ക് ഗോതമ്പിട്ട്
ഒന്ന് അടിയിൽ പിടിക്കാതെ ലോ ഫ്ലെയിമിൽ വേഗം വഴിച്ചെടുക്കാം. അധിക നേരം വഴച്ചണ്ട. ഇനി ഇതിലേക്ക് ശർക്കര പാനി ഒരു അരിപ്പ വെച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ എടുത്ത എല്ലാ ശർക്കര പാനിയും ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇത് കറക്റ്റ് മധുരമായിരിക്കും. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. കുറച്ചു നേരം ഈ നുറുക്ക് ഗോതമ്പ് ശർക്കര പാനിയിൽ കിടന്ന് തിളയ്ക്കണം. അടിയിൽ പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പായസത്തിലേക്ക് ഒരു നുള്ളു ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് 3/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ പൊടിച്ച ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഇവയൊക്കെ ചേർത്താൽ പായസത്തിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടും. ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വെക്കാം. നമ്മുടെ ശർക്കര പാനിയിൽ അധികം വെള്ളമുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ എല്ലാ വെള്ളവും വറ്റി കുറുകി വന്നോളും. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 1.25 ഗ്ലാസ് ഉണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. രണ്ടാം പാൽ കുറച്ചും കൂടി ലൂസാക്കി എടുത്താലും കുഴപ്പമില്ല. പായസം ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ചു നേരം വെച്ചിരിക്കുമ്പോൾ പായസം മൊത്തത്തിൽ ഒന്ന് കുറുകി വരും. അതുകൊണ്ട് വേഗം കഴിക്കാനല്ല എങ്കിൽ കുറച്ചധികം തേങ്ങാപ്പാൽ ചേർത്ത് ലൂസായി വെക്കുന്നതാണ് നല്ലത്. ഇതൊന്ന് നന്നായി തിളയ്ക്കണം. ഇടയ്ക്ക് അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഗോതമ്പൊക്കെ പാകത്തിനായിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല കുറുകിയ ഒന്നാം പാലാണ്. ഒരു 3/4 ഗ്ലാസ് പാലേ ഉള്ളൂ. ഇത് ഒഴിച്ച ശേഷം ഒന്ന് ഇളക്കി ഫ്ലെയിം ഓഫാക്കി വെക്കാം. ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ട മൂപ്പിച്ച തേങ്ങ, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി ഇവ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇത് നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. മധുരമൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇത് വേവിച്ച് കഴിഞ്ഞ് അടച്ചു വെക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇത്ര എളുപ്പത്തിൽ ടേസ്റ്റിയായി വീട്ടിലെപ്പോഴുമുള്ള ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.